ഹലോ ഗൈസ്, എന്തല്ല ഓണായിട്ട് ഓണസദ്യ എന്തായാലും എനിക്ക് കവർ ചെയ്യണമെന്ന് അത്ര പൂതി ഉണ്ടായി. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞു, എടാ നീ ഒന്നും എന്നെ ഓണത്തിന് വിളിക്കടാ പറഞ്ഞ്. അതിനെന്താ നീ തലേ ദിവസം തന്നെ വന്നതെന്നുള്ളത്. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂക്കാലം കിട്ടിയൊരു സന്തോഷം എനിക്ക് ഉണ്ടായത്. ഫ്രണ്ട്ഷിപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഒരു ടിപ്പ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഫ്രണ്ട്ഷിപ്പ് ഏറ്റവും നല്ലൊരു എഫക്റ്റീവായിട്ട് കൊണ്ടുപോകണം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഫ്രണ്ട് സർക്കിൾ ചെറുതായിരിക്കണം. ഫ്രണ്ട് സർക്കിൾ ഭയങ്കര ചെറുതാണ്. 10 താഴെ മാത്രമേ എനിക്ക് ഫ്രണ്ട്സ് എന്ന് പറയാം, ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയാനുള്ളൂ. അതുകൊണ്ട് തന്നെ എന്താ ഭയങ്കര സപ്പോർട്ടീവാണ്, എഫക്റ്റീവാണ്. അങ്ങനെ നമ്മൾ അവൻ്റെ വീട്ടിലെത്തി നല്ല എന്താ പറയുക, നല്ല നെയ്ച്ചോറും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈ എല്ലാം അടിച്ച് നല്ല സെറ്റായി. ഇതൊക്കെ കഴിഞ്ഞ് ഇവിടുത്തെ കുട്ടിപ്പട്ടാളങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഒരു ഹായ് പറഞ്ഞോട്ടെ, ഇങ്ങനെ ഹായ് പറഞ്ഞോട്ടെ, ഹായ് പറഞ്ഞോട്ടെ. ഫേമസ് ആയി. ഇന്നാണ് ഇവിടുത്തെ നാട്ടുകാരൊക്കെ ഒത്തുകൂടിയിട്ടുള്ളൊരു ഓണപ്പരിപാടി എന്ന് പറഞ്ഞാൽ പലതരത്തിലുണ്ട് കേട്ടോ. സെറ്റ് ആൾക്ക് ഭയങ്കര ഇഷ്ടമായി ഇവരെ ഓണപ്പരിപാടിയൊക്കെ. പക്ഷേ ഇടയ്ക്കൊന്ന് ബോറടിച്ച്, കാരണം ഈ ഒരു പരിപാടി ഉണ്ടല്ലോ ഇപ്പോൾ കണ്ടുകൊടുക്കുന്ന സാധനം എനിക്ക് കുറേ കഴിഞ്ഞപ്പോൾ ബോറടിച്ചു. പിന്നെ അവസാനം ഒരുത്തൻ വിജയം കൈവരിച്ചു. ഇത് ഭയങ്കര ഓരോ ചുവടും മുന്നോട്ട് വെച്ച് എല്ലാ അവസാനം ഡെസ്റ്റിനിയിലെത്തി. അങ്ങനെ ഓൻ ജയിച്ചു. പിന്നെ തവളച്ചാട്ടം അങ്ങനത്തെ പരിപാടി. ഈ കളി ഉണ്ടല്ലോ, ഈ കങ്ങിൻ്റെ മുകളിൽ കയറുന്നത്, ഇത് എനിക്ക് കുറച്ച് ഡിസപ്പോയിൻമെൻ്റ് ആണ്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഇത് കണ്ടപ്പില്ലേ ശരിക്കും CD മൂസേൻ്റെ ഇതാണ് എനിക്ക് ഓർമ്മ, ദിലീപിൻ്റെ അവസ്ഥ എനിക്ക് ഓർമ്മ വന്നത്. ഇതിൻ്റെ ഓയിൽ കുറച്ച് കൂടിപ്പോയിട്ട് എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കയറാൻ വേണ്ടിയിട്ട്. ഓയിൽ വെച്ചാൽ കുറച്ച് കൂടിപ്പോയിന്. എല്ലാവരും ശ്രമിക്കുന്നുണ്ടാ, പക്ഷെ ഒന്നും പറ്റുന്നില്ല. പകുതി പോലും കയറാൻ പറ്റുന്നില്ല. ജസ്റ്റ് ഒന്ന് എന്താ പറയുക, ഒരു പിടുത്തം ഒന്ന് അതിൻ്റെ ജസ്റ്റ് ഒരു മുകളിൽ കയറാൻ മാത്രമേ കഴിയുന്നുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് കയറാൻ കഴിയുന്നില്ല. ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒരു ഹൈറ്റിനനുസരിച്ച് കറക്റ്റ് അവർക്ക് പറ്റുന്നില്ല, എന്താ അറിയില്ല. ശരിക്കും ആ ഓയിൽ കൂടിപ്പോയത് തന്നെയാണ്. അതാണ് അത്രയും കാണാൻ കഴിയുന്നുണ്ട്. അടിപൊളിയായിട്ട് തോന്നിയത് ഈ താറാവ് പിടുത്തം തന്നെയാണ്. അത് അടിപൊളിയാണ്, സൂപ്പറാണ്. എന്നുവെച്ചാൽ ആരാണോ ഈ താറാവിനെ പിടിക്കുന്നത് അയാൾക്ക് വീട്ടിൽ കൊണ്ടുപോകാം, കണ്ണ് കെട്ടിയിട്ട് പിടിക്കണം. അവസാനം നമ്മളെ ഫ്രണ്ടിൻ്റെ തന്നെ റിലേറ്റീവ് പൊന്നു കൈവരിച്ചു ഗൈസ്. പൊന്നു വിജയം കൈവരിച്ചു. ഞാനവനോട് പറഞ്ഞ് ഒരു മുളകലിട്ട് കറിയിലും വെച്ച് നല്ല കുരുമുളകിലിട്ട് നല്ല കറി വെക്കാൻ വേറെ കേൾക്കാൻ. എന്നിട്ട് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക്. ഒന്ന് നാണം ഇങ്ങനെ ഓരോ കഥയിൽ നമുക്ക് പറഞ്ഞു പണ്ടത്തെ അതെല്ലാം ഇങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോൾ നമ്മളെ പാറു പൂ പിച്ചിടാൻ നോക്കുന്നത് നോക്കുക. നമ്മളെ ചെക്കന് എനിക്ക് ബ്രെഡ് ഓംപ്ലേറ്റ് ആക്കി തരാമെന്ന് പറഞ്ഞ് അതും കഴിച്ച് നാളത്തെ പരിപാടിക്ക് വേണ്ടി കട്ട വെയിറ്റിംഗ് ആയി. അപ്പോൾ ഇതെല്ലാം തലേന്നത്തെ പരിപാടി. അങ്ങനെ രാവിലെ എണീച്ചപ്പോൾ തന്നെ കാണുന്നത് നമ്മളെ പാറു നമ്മളെ ചങ്ങയെല്ലാം കൂടി എന്താ പറയുക ഓണത്തിൻ്റെ പൂക്കളെ സെറ്റാക്കിയാണ് ഗൈസ്. ഏകദേശം സെറ്റായി വരുന്നുണ്ട്. പക്ഷേ ഇത് പൂവ് അധികം എത്ര ഇട്ടിട്ട് പൂ ഇങ്ങനെ അധികമായിട്ട് തോന്നുന്നു ഗൈസ്. അങ്ങനെ ഇടയ്ക്ക് ചായ കുടിച്ച് ഇതാണ് ഫൈനൽ ലുക്കായിട്ട് വന്നത്. പിന്നെ ഇഡ്ഡലി കഴിച്ചു, സാമ്പാറും കഴിച്ചു, ചട്നിയും കഴിച്ചു. പിന്നെ അപ്പോഴത്തേക്ക് നമ്മളെ ചെക്കൻ വന്നു. കുട്ടിക്കുരുന്നുകൾ വന്നു. 1 2 3 പലതരം കുട്ടികൾ ഉണ്ടോ. അടിപൊളി. നിങ്ങൾ ഫ്രണ്ട്സാ, ബെസ്റ്റ് ഫ്രണ്ട്സാ. അങ്ങനെ അവരോട് കുറേ വർത്താനൊക്കെ പറഞ്ഞ് എന്താണ് അവർക്കും സന്തോഷമായി എനിക്കും സന്തോഷമായി. അപ്പം ഇങ്ങനെ തേങ്ങ
ആണോ ഫുള്ള് തേങ്ങ ചേർക്കുന്നതിന് സ്പെഷ്യലിസ്റ്റാണ്. പിന്നെ നമ്മളെ കുട്ടിപ്പട്ടാളങ്ങളുടെ ഫോട്ടോഷൂട്ടെല്ലാം കഴിഞ്ഞ് ഞാൻ അവർക്ക് കുറച്ച് പോസൊക്കെ പറഞ്ഞു കൊടുത്ത് അവരതിനനുസരിച്ച് നിന്ന് അടിപൊളിയായി ചിരിച്ചാട്ടെ. പിന്നെന്താ പറയുക, കുറച്ച് നേരം പോകാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം നോക്കിയെന്ന് അടുത്തുള്ള പൂക്കളും എന്താ പറയുക വാഴകളെല്ലാം നോക്കിയെന്ന് എന്താ പറയുക. പിന്നെ നമ്മളെ ചങ്ങായിൻ്റെ വെസ്പുണ്ട്, വെസ്പ് ഇങ്ങനെ ഓണാക്കി കളിച്ച് പക്ഷെ ഓണായിട്ടില്ല ഗൈസ്. അങ്ങനെ അപ്പോൾ അത് ഒരു കസിനായിട്ടെന്നെ പരിചയപ്പെട്ടത് ചങ്ങായി അടിപൊളി. ഇനി അല്പം മ്യൂസിക് കേൾക്കാം. ഇരുളിൻ മഹാദ്രോ ആ പാടി ഏട്ടൻ പാടി. കവിതയാണ്. സിനിമ പാട്ടാണ്. ഏട്ടൻ ബാത്റൂം സിംഗറാ. പാടി. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കുമ്പോഴാണ് എൻ്റെ നാട്ടിലെ ഫ്രണ്ട്സിനെ പരിചയപ്പെടാൻ നോക്കിയിട്ട് എന്നെ അപ്പുറത്തേക്ക് കൂട്ടിക്കൊണ്ട് പോയത്. അങ്ങനെ അവരൊക്കെ പരിചയപ്പെട്ട് അവരൊക്കെ സെറ്റാണ്. ഫുഡ് കഴിക്കേണ്ട ടൈമായി. എൻ്റെ കർത്തവ്യങ്ങളിലേക്ക് ഞാൻ കിടക്കുകയാണ് ഗൈസ്. ആദ്യം ഇല വെച്ച് അത് പിന്നെ പറയണ്ടല്ലോ, എന്തായാലും ഇല വെക്കണ്ടേ. പിന്നെ പ്ലേറ്റിലാണ് സദ്യ പറ്റി എന്തായി പറയുന്നത്. അങ്ങനെ വിവിധ സമൃദ്ധമായിട്ട് എനിക്ക് അങ്ങനെ പറയാനറിയാം, ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കേട്ടുകൂടാ. അങ്ങനത്തെ നല്ലൊരു സദ്യ ഇങ്ങനെ ഓരോ ഐറ്റംസ് ഇങ്ങനെ വന്ന് കൂട്ടുകറിയിലും കൂട്ടി ഈടെ മൊളീഷോ ഞാൻ ഇപ്പോൾ അറിയുന്ന കേട്ടോ. മൊളീഷും കൂട്ടുകറിക്കും ഒരു പേരാന്നുള്ളത്. ഇവൻ ചോദിക്കുന്നു പപ്പടം എനിക്ക് വേണം. ഇവൻ എന്ത് ചോദിക്കുന്നത്? പപ്പടത്തിന് വേണ്ടി വധശ്രമം വരെ നടന്ന നാടാണ് നമ്മൾ കേരളം എന്ന് പറയുന്നത്. അതിനിടയ്ക്ക് പപ്പടം വേണമെന്ന് ചോദിക്കുന്നത്. അങ്ങനെ ഓരോ സാധനം വെച്ച് എന്താണ് ഓലൻ ചോറ് വെച്ച് എൻ്റെ മോനെ സെറ്റാട്ടാ, അടിപൊളി ചോറ്. പിന്നെ എന്താ വെച്ചത് ഐറ്റംസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, കാണിച്ചു തരാം. പിന്നെ നടുക്ക് ഇങ്ങനെ കുഴിച്ച് അതിൻ്റെ മുകളിൽ സാമ്പാർ വെച്ച് സാമ്പാറിൻ്റെ ഷോർട്ടേജ് കിട്ടിയില്ല ഗൈസ്, അത് ഡിലീറ്റ് ആയിപ്പോയി. അങ്ങനെ ഞാൻ കഴിക്കാൻ തുടങ്ങി. ഇങ്ങനെ ഓരോ സാധനം ഇങ്ങനെ വെച്ച് കഴിക്കാൻ തുടങ്ങിയിട്ടില്ല. ഒരു മിനിറ്റ് കാണിച്ചു തരാം. തുടങ്ങണ ഇവൻ തുടങ്ങുന്നുണ്ട്. വെക്ക് സാധനം വെക്ക്. കഴിക്ക്. അപ്പോൾ അതിനിടയ്ക്ക് ഒരു പപ്പടം കൂടി എനിക്ക് കിട്ടി. വാരിയെടുത്ത് കഴിക്കാൻ തുടങ്ങി. സൂപ്പർ ടേസ്റ്റ് ആണ്. അതിൽ കുറേ ആൾക്കാർ പപ്പടത്തിൻ്റെ സൗണ്ടൊന്നും കാണിച്ചു തരാം. കുറേ ആൾക്കാരുണ്ടല്ലോ ഇപ്പോൾ സദ്യ ആക്കാണ്ട് എന്താന്ന് നെയ്ച്ചോറും ചിക്കൻ കറിയും ഒന്ന് ബിരിയാണിയിലാക്കുന്നു. എന്ത് സ്വഭാവമല്ലേ ശരിക്കും. പൊട്ടന്മാരല്ലേ അവർ. നെയ്ച്ചോറും ചിക്കൻ കറിയും നമുക്ക് എപ്പം വേണം കഴിക്കാം. സദ്യ എന്ന് പറയുന്നത് കൊല്ലത്തിൽ 1-2 പ്രാവശ്യം കിട്ടുന്ന ഒരു സാധനമാണ്. അതിനിങ്ങനെ പിശുക്കി കാണിക്കുന്നവർ എന്താ ചെയ്യുക. അങ്ങനെ ലാസ്റ്റ് പായസം കിട്ടി, പാലടിയും പ്രഥമനും. അതൊക്കെ തിന്നതിന് ഒരു വിശ്രമം. പിന്നെ കുറച്ച് നേരം നമ്മളൊരു ചങ്ങായി ഒരു വീഡിയോ മെസ്സേജ് അങ്ങനെ കുറേയൊക്കെ ഇനി വൈകുന്നേരം ആയപ്പം ഒന്ന് പുറത്തോട്ടൊന്ന് ഇറങ്ങി. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇത് 2 ദിവസത്തെ വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ ബൈ.